Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ദാനിയേൽ 3-17 രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അതൊരു വിശ്വാസത്തിൽ പ്രഖ്യാപനമാണ്. ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കത്തില്ല. നോക്കുക, ഇതാണ് വിശ്വാസത്തിന്റെ ഒരു വലിയ ഉറപ്പ്, ധൈര്യം എന്ന് പറയുന്നത്. അവർ പറയുക, ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം കഴിവുള്ളവനാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അതവിടെ ഹൃദയത്തിലെ ഉറച്ച വിശ്വാസം. ഇനി വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കയറി നിൽക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ സ്വർണ്ണബിംബത്തെ ആരാധിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ പേര് ഷാരോൺ. ഞാൻ ബ്രഹ്മംകുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ജലദോഷം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജലദോഷം, തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജലദോഷം വിട്ടുമാറില്ലായിരുന്നു. അപ്പോൾ ENT ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയാണ്, പിന്നെ അതുപോലെ തന്നെ ദശ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഈ മകളുടെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയായിരുന്നു. മൂക്കിൽ ദശ വളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ബ്രദർ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മൂക്കിൽ കൈവച്ചു. ഞാനിങ്ങനെ മൂക്കൽ ഇങ്ങനെ തൂത്ത് തരുന്നു അല്ലേ? മൂക്കൽ തൂത്ത് ഇങ്ങനെ തട്ടു. മൂക്കെ കൈവച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ഹല്ലേലൂയ. ഇല്ലാത്ത പറയുന്നല്ലോ. ഞാൻ മൂക്കൽ ഇങ്ങനെ ഒന്ന് തൂത്തു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി, എന്നിട്ട് പിന്നെ തലയ്ക്ക് വെച്ചു. ശരിയാണ്. അപ്പോൾ തന്നെ ആ ദശ ഉണ്ടായിരുന്നത് നന്നായി ചുരുങ്ങി, നന്നായി ശ്വസിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ മോക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നു. ആ മൂക്കിലെ മാംസകഷ്ണം ചുങ്ങിപ്പോയി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുന്നത് അല്ലേ? ശ്വാസം എടുത്ത് അങ്ങോട്ട് ഇവരെ കാണിച്ച്. ശ്വാസം കിട്ടുന്നുണ്ടോ? ഉണ്ട്. കരമടിച്ച് നന്ദി പറയാം. Jesus, you are my Lord.